നീറ്റ് 2025 തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളുടെയും ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് ഡ്രസ് കോഡാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് ഞാൻ ധരിക്കേണ്ടതെന്നുള്ള നിങ്ങളുടെ കൺഫ്യൂഷനുള്ള ആൻസറാണ് ഇന്നത്തെ ഈ വീഡിയോ. ആഹാ, ആരിത്? മിസ് എന്താ ഷോപ്പിങ്ങിലാണോ? ഇല്ല, നമ്മുടെ നീറ്റ് 2025 ഡ്രസ് കോഡിന്റെ സർക്കുലർ വന്നില്ല. ഓ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ പിള്ളേർക്ക് ഒരു ഡ്രസ് കോഡ് പറഞ്ഞു കൊടുക്കാം. ആഹാ, എങ്കിൽ ഞാനും കൂടെ കൂടാം. മിസ്സേ, ശരിക്കും നീറ്റിന് എങ്ങനെയുള്ള ഡ്രസ്സുകളാണ് വേണ്ടേ? നീറ്റിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഡ്രസ്സല്ലേ? ഇത് ശരിക്കും സിമ്പിളാണ്, പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇത് സിമ്പിൾ ആണെങ്കിലും ഇതിൽ കണ്ടോ, ഇതിലൊരു മെറ്റലുണ്ട്. ഈ മെറ്റൽ അലൗഡ് അല്ല. മെറ്റലുള്ള ഒരു സാധനങ്ങളും പരീക്ഷാ ഹാളിൽ അലൗഡ് അല്ല. വേറെയും ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ സ്ലീവ് കണ്ടോ, ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള സ്ലീവുകളും എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. ഓ ശരി, അപ്പോൾ പിന്നെ എങ്ങനത്തെ ഡ്രസ്സാണ്? ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് മെറ്റലൊന്നും ഇല്ല, പിന്നെ വലിയ പ്രിൻറ്റും ഹെവി ആയിട്ടുള്ള വർക്കൊന്നുമില്ല, ഹാഫ് സ്ലീവാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് നീറ്റ് ഡ്രസ് കോഡാണെന്ന് പറയാം. ഓ ശരി, അപ്പോൾ പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാം പരീക്ഷയ്ക്ക്? ഉറപ്പായിട്ടും ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആസ് പെർ നീറ്റ് 2025 ഡ്രസ് കോഡ് സർക്കുലർ അനുസരിച്ച് ഏതൊക്കെ ഡ്രസ് മെറ്റീരിയൽസ് ആണ് നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ലാത്തത് എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെയുള്ള പ്ലീറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. പ്ലീറ്റ്സ്, ഒത്തിരി ഫ്ലെയർ വരുന്ന ടോപ്പുകളൊന്നും തന്നെ എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ഇടാൻ പാടില്ല. ദെൻ ഇത് കണ്ടോ, ഇത് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇവിടെയും നിങ്ങൾക്ക് ഇങ്ങനൊരു ലെയർ കാണാം. ഇതുപോലെ വരുന്ന ഇത് കയ്യിൽ കെട്ടുണ്ട്. ഇങ്ങനെ ടോപ്പിൽ കെട്ടുകളോ ഇതുപോലുള്ള പ്ലീറ്റുകൾ വരുന്നതോ ഞൊറിവുകളോ ഫ്ലെയർ കൂടിയതോ അങ്ങനെയുള്ള ഒരു ടോപ്പും നമുക്ക് നീറ്റ് ഹാളിൽ അവർ അലൗ ചെയ്യില്ല. പിന്നെ നമ്മുടെ സർക്കുലർ അനുസരിച്ച് ഹെവി മെറ്റീരിയൽസ് ആർ നോട്ട് അലൗഡ് എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇതുപോലുള്ള ഇച്ചിരി ഹെവി ആയിട്ട് തോന്നിക്കുന്ന പാർട്ടി വെയറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതുപോലെയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകൾ വരുന്നത്, പിന്നെ നമ്മൾ ബ്രോച്ചസ് ഒക്കെ വെക്കത്തില്ല ഡ്രസ്സിൽ, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. ഇനി നമ്മൾ ഷോർട്ട് ടോപ്പൊക്കെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലുള്ള കോളറുള്ള ഷോർട്ട് ടോപ്പുകൾ അലൗഡ് അല്ല. ടീഷർട്ടൊക്കെ നമുക്ക് ഇടാം, പക്ഷേ ഇതുപോലുള്ള കോളറുള്ള സാധനങ്ങൾ പ്രിന്റ് വരുന്നത്, ഇതിനകത്താണെങ്കിൽ മെറ്റൽ ബട്ടൺ ഉണ്ട്, പ്രിന്റ് ഉണ്ട്, കോളറുണ്ട്, ഇങ്ങനെയുള്ള. അതുപോലെ കൈ ഇതുപോലുള്ള ഫുൾ സ്ലീവ്, അതുപോലെ കയ്യിൽ തന്നെ കുറച്ച് പാറ്റേൺ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത ടോപ്പുകളും അലൗഡ് അല്ല, കോളറും അലൗഡ് അല്ല. ഇത് കണ്ടോ, നല്ല ഭംഗി, ഒരുപാട് ആൾക്കാർ വരുന്നതിലെ ഇടാന്നൊക്കെ തോന്നും, പക്ഷേ ഇത്തരത്തിലുള്ള ടോപ്പുകളൊന്നും തന്നെ നീറ്റ് പരീക്ഷാ ഹാളിൽ കയറ്റില്ല. ഒന്നാമത്തെ കാര്യം മെറ്റലുണ്ട്, രണ്ടാമത്തെ കാര്യം ഇത് കുറച്ച് പ്ലീറ്റഡ് ആണ്. ഇത് കണ്ടോ, ഇതുപോലുള്ള വർക്കുകൾ വരുന്നത്, പ്ലീറ്റ്സ് വരുന്നത്, മെറ്റൽ വരുന്നത്, ഇത്തരത്തിലുള്ള ടോപ്പുകൾ ഷോർട്ട് ആയാലും എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. ഇത് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ടീഷർട്ട് ആണെങ്കിലും ഇത് അലൗഡ് അല്ല. എന്താ കാര്യം എന്നറിയോ? ടെക്സ്റ്റ്വൽ മെറ്റീരിയൽസ് ആർ നോട്ട് അലൗഡ് എന്നാണ്. ഇതിൽ പ്രിന്റിംഗ് ഉണ്ട്, ഇതുപോലെ ടെക്സ്റ്റ്സ് പ്രിന്റ് ചെയ്തിട്ടുള്ള, അതായത് ലെറ്റേഴ്സ് വരുന്ന ഒരുപാട് വേർഡ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന അത്തരത്തിലുള്ള ടീഷർട്ടുകളോ ടോപ്പുകളോ ഒന്നും തന്നെ എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. അതുപോലെ ഷോർട്ട് ടോപ്പിൻ്റെ കാര്യത്തിലും നമ്മൾ സ്ലീവ് എപ്പോഴും ശ്രദ്ധിക്കണം. ഫുൾ സ്ലീവ്സ് ആർ നോട്ട് അലൗഡ്. ഇത് കണ്ടോ, ഇതുപോലെ വരുന്നത്, ഇതിപ്പോൾ രണ്ടായിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവർ കോട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഷോർട്ട്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ടോപ്പുകൾ, ഇങ്ങനെ ഫുൾ സ്ലീവ് വരുന്ന ടോപ്പുകൾ. ഇവിടെ തന്നെ ഇത് ഇപ്പോൾ ബട്ടൺ പ്ലാസ്റ്റിക് ആണ്, അതിന് കുഴപ്പമില്ല, പക്ഷേ എങ്കിലും ഈ ഒരു 2 or 3 ഫ്ലെയറുകളായിട്ടൊക്കെ വരത്തില്ലേ, അങ്ങനെയുള്ള ഷോർട്ട് ടോപ്പുകളും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ അവോയ്ഡ് ചെയ്യുക. നോക്കിയ ബോട്ടം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ പലാസോ ടൈപ്പ് ഓഫ് പാൻസ്, ഒന്നാമത് വർക്കുള്ളത്, രണ്ടാമത്തെ കാര്യം ഇത്രയും ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടംസ് ഒന്നും തന്നെ പരീക്ഷാ ഹാളിൽ അലൗഡ് അല്ല. ഇത് നമ്മൾ പാൻസ് നോക്കുകയാണെങ്കിൽ ജീൻസ് അലൗഡ് അല്ല എന്ന് സർക്കുലർ പറയുന്നില്ല, എങ്കിൽ പോലും മെറ്റൽസ് ആർ നോട്ട് അലൗഡ് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മെറ്റൽ ബട്ടണും മെറ്റൽ സിബും ഒക്കെ ഉണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് സിബ് വരുന്ന സാധനങ്ങൾ കിട്ടാൻ എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ കീറി വരുന്നത്, ഒരുപാട് പോക്കറ്റ് വരുന്ന ക്യാപ്രി ടൈപ്പ് അങ്ങനെയുള്ള പാൻറ്റുകളൊന്നും തന്നെ എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. അതുപോലെ തന്നെ ഇത് കണ്ടോ,
മൾട്ടി പോക്കറ്റ്സ് ഉള്ളൊരു കാർഗോ ടൈപ്പ് ഓഫ് പാൻസ് ആണിത്. ഇങ്ങനെയുള്ള മൾട്ടി പോക്കറ്റ്സ് ഉള്ള കാർഗോ ടൈപ്പ് ഓഫ് പാൻറ്റുകളൊന്നും തന്നെ പരീക്ഷാ ഹാളിൽ അലൗഡ് അല്ല. ഒരുപാട് പ്ലീറ്റ്സ് വരുന്ന സ്കേർട്സ് പോലെ കിടക്കുന്ന പാൻസ് ഉണ്ട്, ഇപ്പം ബോട്ടം ഉണ്ട് നമുക്ക്. അങ്ങനെയുള്ള ബോട്ടംസും പരീക്ഷാ ഹാളിൽ അലൗഡ് അല്ല. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, സാധാരണ രീതിയിൽ നമ്മൾ ചുരിദാറിന് ഉപയോഗിക്കുന്ന പാൻസുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇച്ചിരി മാറി വരുന്ന പുതിയ ട്രെൻഡിനനുസരിച്ചൊക്കെ വരുന്ന ബോട്ടംസ് ഉണ്ടല്ലോ, അതൊന്നും തന്നെ പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാൻ പാടില്ല. അതെ, അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, നീറ്റിന് നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാണ് ഹാളിൽ കയറാൻ പറ്റുകയെന്ന്. ഞാനൊരു ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ടോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ടോപ്പ്. നമുക്ക് സ്ലീവ് ഫുൾ സ്ലീവ് അലൗഡ് അല്ല, നമുക്ക് മുട്ട് വരെ നിൽക്കുന്ന സ്ലീവ് അലൗഡ് ആണ്. സോ ഇത് സ്ലീവിൻ്റെ വൈസ് ഓക്കെ ആണ്. കോളർ ഇല്ല, പിന്നെ പ്രിൻ്റ് കണ്ടോ, ചെറിയൊരു പ്രിൻ്റേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പ്രിൻ്റുകളെല്ലാം അലൗഡ് ആണ്. മാത്രമല്ല ത്രൂ ഔട്ട് ദ ടോപ്പ് മൊത്തത്തിൽ പ്രിൻ്റ് ഉണ്ടെങ്കിൽ പോലും ചെറിയ പ്രിൻ്റുകളെല്ലാം അലൗഡ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള പ്രിൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റീരിയൽസ് ആർ നോട്ട് അലൗഡ് എന്ന് മാത്രമേ ഉള്ളൂ സർക്കുലറിൽ. അതുകൊണ്ട് തന്നെ വലിയ പ്രിൻറ്റും വലിയ പൂക്കളും പടങ്ങളും ഒന്നും ഇല്ലാത്ത എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഫ്ലെയറോ പ്ലീറ്റോ ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാക്ട് പെർഫെക്റ്റ് നീറ്റ് ഡ്രസ് കോഡാണ് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന പാറ്റേൺ, ഇവിടെ കിടക്കുന്ന ഈ പാറ്റേണും ഇതെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഹാളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ടോപ്പ് പോലും ഇത് ഇച്ചിരി കളറുണ്ട്, ചെറിയൊരു പ്രിന്റും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ ഇങ്ങനത്തെ ടോപ്പുകളും ഉപയോഗിക്കാം. നമുക്ക് നീറ്റ് പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ടീഷർട്ട് നമ്മളെല്ലാം വീട്ടിൽ നമ്മുടെയിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇത് കണ്ടോ, സിമ്പിളാണ്. ഇവിടെ ഒരു ചെറിയ പ്രിൻ്റൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രിൻ്റുകളോ അല്ലെങ്കിൽ ചെറുതായിട്ട് വരുന്ന ടെക്സ്റ്റ്, അതായത് വേർഡ്സ് ഒഴിച്ച് ബാക്കി എന്ത് പ്രിന്റുകളും, അത് സിമ്പിൾ പ്രിന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതായത് സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടീഷർട്ട്. ഹാഫ് സ്ലീവ്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇത് 3/4 ആണ്. മുട്ട് വരെയുള്ള സ്ലീവ് ഉള്ളതെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ്. ഇനി പ്ലെയിൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇത് കണ്ടോ, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു അടിപൊളിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് നീറ്റ് ഡ്രസ് കോഡ്. ഇത് നമുക്ക് ഏതൊക്കെ ബോട്ടമാണ് പരീക്ഷാ ഹാളിൽ അലൗഡ് ആയിരിക്കുന്നതെന്ന് നോക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോട്ടമാണ്. ഇത് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ മെറ്റൽ സിബോ മെറ്റൽ ബട്ടൺസോ ഒന്നുമില്ല. പിന്നെ ഫ്ലെയറോ അങ്ങനെ പലാസോ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പാൻസ് ആണ്. നിങ്ങൾ സാധാരണ ചുരിദാറിന് ഉപയോഗിക്കുന്ന പാൻറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിലാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ലെഗിൻസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ലെഗിൻസ് ഉണ്ടാവും അല്ലേ. ഒത്തിരി ചുരുക്കില്ലാത്ത സാധാരണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലെഗിനുകളെല്ലാം തന്നെ നമുക്ക് പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാം. ഒരുപാട് ചുരുക്ക് വരുന്ന ലെഗിനുകൾ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ മുട്ടിൻ്റെ കുറച്ചൊരു ആംഗിൾ ലെങ്തിന് താഴെ നിൽക്കുന്ന തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ലെഗിൻസും എല്ലാ കളറും തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊരു ജീൻസ് മെറ്റീരിയലാണ്, ജഗിൻസ് ആണ്. പക്ഷേ ഇതിനൊരു പ്രോബ്ലവും ഇല്ല, കാരണം ഇതിനകത്ത് മെറ്റലൊന്നുമില്ല, സിപ്പൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ട്രെച്ചബിൾ ആണ്, പോക്കറ്റ്സ് ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ജീൻസ് ആണെന്ന് കാര്യം മെറ്റീരിയൽസിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. എന്ത് മെറ്റീരിയൽ ആയാലും ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സിഗരറ്റ് പാൻസ്. സിഗരറ്റ് പാൻസിൻ്റെ അറ്റത്ത് ഇതുപോലെ നമ്മളിങ്ങനെ ബട്ടൺസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് അലൗഡ് ആണ്, കാരണം ഇതിനകത്ത് മെറ്റൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാൻറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി പെൺകുട്ടികളോട് കേട്ടോ, ഇന്നർ വെയേഴ്സിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷനോ റൂളോ റെഗുലേഷനോ ഒന്നും തന്നെ പറയുന്നില്ലെങ്കിലും മെറ്റൽസ് ആർ നോട്ട് അലൗഡ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നർ വെയേഴ്സ്, സ്പോർട്സ് ബ്രാ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മെറ്റൽസ് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറ്റും. നീറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളിടുന്ന ചപ്പൽസിലും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഏതൊക്കെ ചെരുപ്പുകളാണ് നിങ്ങൾക്ക് ഹാളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും ഏതൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ലാത്തതെന്നും നമുക്കൊന്ന് കാണാം. ഒരു തരത്തിലുള്ള ഷൂസും അനുവദനീയമല്ല. ക്യാൻവാസ് ഷൂസ്, ലേസ് ഉള്ളത്, ഓപ്പൺ ഷൂസ്, അതുപോലെ തന്നെ കെട്ടുള്ള ചപ്പലുകൾ, പിന്നെ ഒരുപാട് കവർ ചെയ്യുന്ന, കാലുകൾ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചപ്പലുകളോ ഓപ്പൺ ഷൂസോ ഒന്നും തന്നെ അലൗഡ് അല്ല. ഇതുപോലത്തെ ചപ്പൽ നമുക്ക് പരീക്ഷാ ഹാളിൽ ഇടാം. ഇതിനകത്ത് പ്രിന്റ് ഉണ്ടെങ്കിലും നമുക്ക് പ്രിന്റ് ഉള്ളതൊന്നും കുഴപ്പമില്ല, കാരണം അത് ബ്രാൻഡ് നെയിം വരുന്നതൊന്നും കാര്യമാക്കുന്നില്ല. കാല് കവർ ചെയ്യാത്ത സ്ലിപ്പർ ടൈപ്പ് ആയിട്ടുള്ള ഏത് ചപ്പൽ വേണമെങ്കിലും നമുക്കിടാം. സോ ഇപ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് ഒക്കെ മാറിയല്ലോ അല്ലേ? മനസ്സിലായി. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പരീക്ഷയ്ക്ക് ഞാൻ എന്താണ് ധരിക്കേണ്ടത് എന്നുള്ള എല്ലാ കൺഫ്യൂഷൻസും മാറിയെന്ന് കരുതുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.